Hi all, welcome to everyone. അപ്പോൾ നമ്മുടെ DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോർമർ EET 202 എന്നുള്ള ആ സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾ 5ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനാണ് നമ്മൾ നടത്താൻ പോകുന്നത് കേട്ടോ. മൊഡ്യൂൾ 5 പാർട്ട് എ. ബിഫോർ ദാറ്റ് നമുക്കറിയാം എൻ്റെ സെമസ്റ്റർ എക്സാമിനേഷൻ്റെ പാറ്റേൺ. അതിൽ രണ്ട് പാർട്ടുണ്ട്, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്. ഓരോ മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വെച്ചിട്ട് 5 × 2 10 ക്വസ്റ്റ്യൻസ്, 5 മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻസ്, 10 × 3 30, ഓരോ ക്വസ്റ്റ്യൻ 3 മാർക്ക് 30 മാർക്ക്. അതേപോലെ പാർട്ട് ബിയിൽ ഓരോ മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും, പക്ഷേ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ മൊത്തം 5 ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് അറ്റംപ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു ക്വസ്റ്റിന് 14 മാർക്ക്, 5 × 14 70. അപ്പോൾ ടോട്ടൽ 70 + 30 100. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ. അപ്പോൾ മൊഡ്യൂൾ 5 പാർട്ട് എ. മൊഡ്യൂൾ 5 പാർട്ട് എ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: enumerate the purpose which dictate the use of a tertiary winding in a 3-winding transformer. Tertiary winding in a 3-winding transformer. നമ്മൾ പഠിച്ചത് ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞാൽ ഡബിൾ വൈൻഡിങ് ട്രാൻസ്ഫോമർ ആണ്. സിംഗിൾ വൈൻഡിങ് ട്രാൻസ്ഫോമർ മീൻസ് ഓട്ടോ ട്രാൻസ്ഫോമർ. ഡബിൾ വൈൻഡിങ് ട്രാൻസ്ഫോമർ പഠിച്ചിട്ട് പ്രൈമറി സെക്കൻഡറി. ഇൻ അഡീഷൻ ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി there is one more winding in the transformer known as tertiary winding. ആ മൂന്നാമത്തെ വൈൻഡിങ്ങിനെയാണ് നമ്മൾ ടെർഷ്യറി വൈൻഡിങ് എന്ന് പറയുക. അപ്പോൾ അത്തരത്തിലുള്ള ട്രാൻസ്ഫോമറുകൾക്ക് പറയണം, ഒന്നുകിൽ പറയും ടെർഷ്യറി വൈൻഡിങ് ട്രാൻസ്ഫോർമർ, അതായത് ടെർഷ്യറി വൈൻഡിങ് ഉള്ള ട്രാൻസ്ഫോമർ, അഥവാ 3 വൈൻഡിങ് ട്രാൻസ്ഫോർമർ ഓർ ട്രിപ്പിൾ വൗണ്ട് ട്രാൻസ്ഫോർമർ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ട്രിപ്പിൾ വൗണ്ട് ട്രാൻസ്ഫോർമർ. ട്രിപ്പിൾ വൗണ്ട് ട്രാൻസ്ഫോർമർ. അപ്പോൾ in some transformers, in addition to primary and secondary, there is one more winding known as tertiary winding. So those transformers are called as 3 winding transformers. Very clear. 3 winding ഉള്ള ട്രാൻസ്ഫോമർ or triple wound transformer or tertiary winding transformer. tertiary winding ഉള്ള ട്രാൻസ്ഫോമർ. അപ്പോൾ എന്തിനാണ് മൂന്നാമതൊരു വൈൻഡിങ്? ഇതാ കണ്ടോ, 3 വൈൻഡിങ്. ഇതൊന്ന് പ്രൈമറി, ഇതൊന്ന് സെക്കൻഡറി. പ്രൈമറിയിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുന്നു. അപ്പോൾ സെക്കൻഡറി കൂടാതെ ഒരു വൈൻഡിങ് കൂടി ഉണ്ട്, ടെർഷ്യറി. ടെർഷ്യറി വൈൻഡിങ് എപ്പോഴും ടെർഷ്യറി വൈൻഡിങ് ഈസ് ആൾവേസ് ഇൻ ഡെൽറ്റ കണക്റ്റഡ് കണ്ടീഷൻ. മനസ്സിലായോ? ടെർഷ്യറി വൈൻഡിങ് ഈസ് ആൾവേസ് ഇൻ ഡെൽറ്റ കണക്റ്റഡ് കമ്മീഷൻ. ടെർഷ്യറി വൈൻഡിങ് ഈസ് ആൾവേസ് ഇൻ ഡെൽറ്റ കണക്റ്റഡ് കണ്ടീഷൻ. അപ്പോൾ ഇത് ഡെൽറ്റ കണക്റ്റഡ് ടെർഷ്യറി വൈൻഡിങ്. ദിസ് ഈസ് പ്രൈമറി ആൻഡ് ദിസ് ഈസ് സെക്കൻഡറി. പ്രൈമറി സെക്കൻഡറി എപ്പോഴും സ്റ്റാർ ആയിരിക്കണം, ഡെൽറ്റ ആയിരിക്കണം നിർബന്ധമില്ല, പക്ഷേ ടെർഷ്യറി എപ്പോഴും ഡെൽറ്റ ആയിരിക്കും. ഈ ടൈപ്പ് ട്രാൻസ്ഫോമറുകൾ, അതായത് ട്രിപ്പിൾ വൗണ്ട് ട്രാൻസ്ഫോമേഴ്സ്, ടെർഷ്യറി വൈൻഡിങ് ട്രാൻസ്ഫോമേഴ്സ് ഓർ 3 വൈൻഡിങ് ട്രാൻസ്ഫോമേഴ്സ് എപ്പോഴും ഹൈ KVA റേറ്റിംഗ് ഉള്ള ട്രാൻസ്ഫോമർ ആയിരിക്കും. ഹൈ KVA റേറ്റിംഗ് ഉള്ള ട്രാൻസ്ഫോമർ. അപ്പോൾ ടെർഷ്യറി വൈൻഡിങ് ട്രാൻസ്ഫോമർ എന്താണെന്ന് പറഞ്ഞു? ഇൻ അഡീഷൻ ടു പ്രൈമറി there is one more winding. In addition to primary and secondary, there is one more winding in a transformer known as tertiary winding. Thus, there are 3 windings: primary, secondary, and tertiary. When we give supply voltage to primary, an EMF is induced in secondary and tertiary also. An EMF is induced in secondary and tertiary also. So, these type of transformers are called triple wound transformers, 3 winding transformers, or tertiary winding transformer. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ അല്ലെങ്കിൽ യൂസേജ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കുക. This winding is used to feed the substation auxiliaries at a voltage different from primary and secondary. പ്രൈമറി വോൾട്ടേജ് അല്ല, സെക്കൻഡറി വോൾട്ടേജ് അല്ലാതെ നമുക്ക് ഒരു വേറൊരു സബ്സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ വേറൊരു സംവിധാനത്തിലേക്ക് നമുക്ക് വോൾട്ടേജ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രൈമറിക്ക് നമ്മൾ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്നു, സെക്കൻഡറിയിൽ ഒരു വോൾട്ടേജ് ഉണ്ടാവുന്നു. ആ വോൾട്ടേജ് അല്ല, വേറൊരു വോൾട്ടേജാണ് സബ്സ്റ്റേഷനിലേക്ക് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് എങ്കിൽ നമ്മൾ മൂന്നാമതൊരു വൈൻഡിങ് അവിടെ വെച്ചു, ടെർഷ്യറി വൈൻഡിങ്. അത് ഡിഫറെൻറ്റ് ഫ്രം പ്രൈമറി ആൻഡ് സെക്കൻഡറി ആയിരിക്കും. അപ്പോൾ ടെർഷ്യറി വൈൻഡിങ് ഈസ് ആൾവേസ് ഇൻ ഡെൽറ്റ കണക്റ്റഡ് കണ്ടീഷൻ വിച്ച് ഇസ് ഇൻ ഡിഫറെൻറ്റ് വോൾട്ടേജ് ഓൾസോ വിച്ച് ഈസ് യൂസ്ഡ് ടു ഫീഡ് എന്നാണ് കേട്ടോ. വിച്ച് ഈസ് യൂസ്ഡ് ടു ഫീഡ് ദ സബ്സ്റ്റേഷൻ at substation auxiliaries. Substation auxiliary means substationലുള്ള auxiliary transformers അല്ലെങ്കിൽ auxiliary സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ യൂസേജ് ടു സപ്ലൈ ദ ഫേസ് അഡ്വാൻസേഴ്സ്. ഫേസ് അഡ്വാൻസേഴ്സ് മീൻസ് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ഫേസ് അഡ്വാൻസ്മെന്റ്, പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്തിട്ട് മാക്സിമം പവർ ഫാക്ടർ വാല്യൂ 1. അപ്പോൾ പവർ ഫാക്ടർ ആംഗിൾ കുറയുമ്പോഴാണ് പവർ ഫാക്ടർ കൂടുക. അപ്പോൾ ആ ഫേസ് അഡ്വാൻസേഴ്സ് എന്ന് വെച്ചാൽ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആ ആംഗിൾ, ടൈം ആംഗിൾ ഡിഫറൻസ് ആണ് പവർ ഫാക്ടർ ആംഗിൾ അഥവാ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ലൈക്ക് കണ്ടൻസേഴ്സ് ഓർ കപ്പാസിറ്റേഴ്സ്, അതിലേക്കൊക്കെ നമ്മൾ സപ്ലൈ കൊടുക്കാനായിട്ട് ഈ പറയുന്ന ടെർഷ്യറി വൈൻഡിങ് ഉപയോഗിക്കുന്നു. 3 ടു ഇന്റർകണക്ട് 3 സപ്ലൈ സിസ്റ്റംസ് ഓർ ഡിഫറെൻറ്റ് വോൾട്ടേജസ്. 3 ഡിഫറെൻറ്റ് സപ്ലൈ സിസ്റ്റംസ്. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ വോൾട്ടേജ് അല്ല രണ്ടാമത്തെ സിസ്റ്റത്തിൻ്റെ വോൾട്ടേജ് അല്ല മൂന്നാമത്തെ സിസ്റ്റത്തിന്. ഇൻ ദോസ് സിറ്റുവേഷൻസ് ടു ഇന്റർകണക്ട് 3 സപ്ലൈ സിസ്റ്റംസ് ഓഫ് ഡിഫറെൻറ്റ് വോൾട്ടേജസ്, വി ക്യാൻ യൂസ് എ ടെർഷ്യറി വൈൻഡിങ് ട്രാൻസ്ഫോർമർ. പിന്നെ അടുത്ത പോയിന്റ് പ്രധാനമായിട്ട് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ടെർഷ്യറി വൈൻഡിങ് ഇസ് ഇൻ ഡെൽറ്റ കണക്ഷൻ. ഈ ടെർഷ്യറി വൈൻഡിങ് ട്രാൻസ്ഫോമർ സാധാരണയായിട്ട് ഈ ടൈപ്പ് ട്രിപ്പിൾ വൗണ്ട് ട്രാൻസ്ഫോമേഴ്സ്. ട്രിപ്പിൾ വൗണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെർഷ്യറി ഉണ്ട്.
അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിൽ നേരത്തെ ഫിഗർ വരച്ചു വെച്ചിരിക്കുന്നത്, നേരത്തെ ഫിഗർ വരയ്ക്കുന്ന 3 ഫേസിന്റെ ടെർഷറി ട്രാൻസ്ഫോമറാണ്. അതായത് 3 ഫേസിന്റെ പ്രൈമറി, 3 ഫേസിന്റെ സെക്കൻഡറി. അതല്ലാത്ത ചില കേസുകളിൽ ടെർഷറി മാത്രം ഡെൽറ്റ കണക്റ്റഡ് ആയിട്ട് സിംഗിൾ ഫേസ് സംവിധാനങ്ങളും അതിൽ ഉണ്ടാകാം. ഇതിന്റെ KVA റേറ്റിംഗ് സാധാരണ ഒരു ഡബിൾ ബൗണ്ട് ട്രാൻസ്ഫോമർ ആണെങ്കിൽ പ്രൈമറി KVA is equal to secondary KVA. In the case of double wound transformer, primary KVA is equal to secondary KVA. Transformers are rated in KVA. But in this case, KVA, ഇതിന്റെ KVA rating പറയുമ്പോൾ KVA rating of any one large, മൂന്നെണ്ണത്തിലും വെച്ച് ഏറ്റവും വലുതിന്റെ, മനസ്സിലാവുണ്ടോ? മൂന്നെണ്ണത്തിൽ വെച്ച് ഏറ്റവും വലുതിന്റെ KVA റേറ്റിംഗ് ആണ് പറയുക. എല്ലാത്തിൻ്റെ KVA റേറ്റിംഗ് ഒന്നുപോലെ ആവണമെന്നില്ല. കാരണം പ്രൈമറി KVA is equal to secondary KVA, but tertiary KVA may be different from primary and secondary. പിന്നെ ഈ പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി വൈൻഡിങ്, ടെർഷറി വൈൻഡിങ് എന്ന് പറയുന്നത് ലോ വോൾട്ടേജ്, മീഡിയം വോൾട്ടേജ്, ഹൈ വോൾട്ടേജ് അങ്ങനെയായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കോറിൽ ആദ്യം ചുറ്റുക ലോ വോൾട്ടേജ് ആണ്, പിന്നെയാണ് മീഡിയം വോൾട്ടേജ്, പിന്നെയാണ് ഹൈ വോൾട്ടേജ്. അപ്പോൾ LV, MV, HV മീൻസ് ലോ വോൾട്ടേജ്, മീഡിയം വോൾട്ടേജ്, ഹൈ വോൾട്ടേജ്. അപ്പോൾ ഡെൽറ്റ കണക്ഷൻ ആയിരിക്കും. KVA റേറ്റിംഗ് ഏതെങ്കിലും KVA റേറ്റിംഗ് എന്ന് പറയുന്നത് ഡബിൾ ബൗണ്ട് ട്രാൻസ്ഫോമർ ആണെങ്കിൽ പ്രൈമറി KVA is equal to secondary KVA, but in this case it may be tertiary KVA may be different from primary and secondary. Then when we give supply voltage to primary, an EMF is induced in both secondary and tertiary. അങ്ങനെ വരുമ്പോൾ primary MMF is counterbalanced by secondary MMF and tertiary MMF. That is I1 N1 is equal to minus I2 N2 plus minus I3 N3 plus I0 N1. I0 N1 means no load condition. So demagnetizing effect of secondary and tertiary is balanced by secondary winding and tertiary winding is balanced by MMF of secondary and tertiary. അതുപോലെ തന്നെ പ്രൈമറി MMF is balanced by secondary MMF and tertiary MMF. That is primary current I1 is equal to I0 plus I2 dash plus I3 dash. അതായത് I1 is equal to primary current under loading condition is equal to no load primary. നമ്മൾ പഠിച്ചിട്ടുണ്ട് in a double wound transformer I1 is equal to I0 plus I2 dash. But in this case I1 is equal to I0 plus I2 dash plus I3 dash. ഇത്രയേ ഉള്ളൂ. പിന്നെ ഏതെങ്കിലും when fault or short circuit occurs, the unbalanced voltages are counterbalanced by circulating current of delta. അപ്പോൾ പ്രൈമറിയിലോ സെക്കൻഡറിയിലോ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് മൂലം ഉണ്ടാകുന്ന അൺബാലൻസ്ഡ് വോൾട്ടേജുകളെ കൗണ്ടർ ബാലൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനൊന്ന് ഓവർകം ചെയ്യുന്നത് സർക്കുലേറ്റിംഗ് കറന്റ് ഓഫ് ഡെൽറ്റ കണക്റ്റഡ് ടെർഷറി, and this is the equivalent circuit of triple wound transformer. ഇത്രയും കാര്യങ്ങളാണ് ട്രിപ്പിൾ വൗണ്ട് ട്രാൻസ്ഫോമർ അഥവാ ടെർഷറി വൈൻഡിങ് ട്രാൻസ്ഫോമറിനെ കുറിച്ച് പറയാനുള്ളത്. സോ Z1 ഇംപെഡൻസ് ഓഫ് പ്രൈമറി വൈൻഡിങ്, Z2 ഇംപെഡൻസ് ഓഫ് സെക്കൻഡറി വൈൻഡിങ്, Z3 ഇംപെഡൻസ് ഓഫ് ടെർഷറി വൈൻഡിങ്. Primary MMF is balanced by secondary MMF and tertiary MMF. That is I1 N1 is equal to minus I2 N2 plus I3 N3 plus I0 N1. ഇത് ലാർജ് KVA റേറ്റിംഗ് ട്രാൻസ്ഫോമർ ആണ്. ഇത് സബ്സ്റ്റേഷനുകൾക്ക് സപ്ലൈ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നു. 3 ഡിഫറെൻറ്റ് സപ്ലൈ സിസ്റ്റം, ഡിഫറെൻറ്റ് വോൾട്ടേജുകൾ വരുമ്പോൾ അതിനെ ഇന്റർകണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ട്രിപ്പിൾ വൗണ്ട് ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിക്കുന്നു. ഫേസ് അഡ്വാൻസേഴ്സ് ലൈക്ക് കണ്ടൻസേഴ്സിലേക്ക് സപ്ലൈ കൊടുക്കാനായിട്ട് ഇപ്പോൾ ഒന്നാമത്തെ യൂസേജ് ദിസ് വൈൻഡിങ് ഈസ് യൂസ്ഡ് ടു ഫീഡ് ദ സബ്സ്റ്റേഷൻ ഓക്സിലറീസ്. 2 ടു സപ്ലൈ ദ ഫേസ് അഡ്വാൻസേഴ്സ് ലൈക്ക് കണ്ടൻസേഴ്സ്. 3 ടു ഇന്റർകണക്ട് 3 സപ്ലൈ സിസ്റ്റംസ് ഓഫ് ഡിഫറെൻറ്റ് വോൾട്ടേജസ്. ഇറ്റ് മേ ബി സിംഗിൾ ട്രിപ്പിൾ വൗണ്ട് ട്രാൻസ്ഫോമേഴ്സ് മേ ബി സിംഗിൾ ഫേസ് ഓർ 3 ഫേസ്. അതിലെ KVA റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ടെർഷറി KVA റേറ്റിംഗ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം പ്രൈമറി ഓർ സെക്കൻഡറി. പിന്നെ അതിൽ LV, MV, HV ലോ വോൾട്ടേജ്, മീഡിയം വോൾട്ടേജ്, ഹൈ വോൾട്ടേജ്. ലോ വോൾട്ടേജ്, മീഡിയം വോൾട്ടേജ്, ഹൈ വോൾട്ടേജ് ആയിരിക്കും 3 വൈൻഡിങ്ങുകൾ. അപ്പോൾ കോറിൽ ആദ്യം ചുറ്റും LV, then MV, മീഡിയം വോൾട്ടേജ്, then ഹൈ വോൾട്ടേജ് വൈൻഡിങ്. ദിസ് ഈസ് ദ ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് എ ടെർഷറി വൈൻഡിങ് ട്രാൻസ്ഫോർമർ. Primary MMF is balanced by primary MMF I1 N1, secondary MMF I2 N2, tertiary MMF I3 N3. I0 എന്ന് പറയുന്നത് ഫോർത്ത് വൈൻഡിങ് അല്ല, ഫോർത്ത് വൈൻഡിങ്ങിൽ ആകെ 3 വൈൻഡിങ്ങുള്ളൂ. ദിസ് ഈസ് ദ no load conditions, MMF under no load condition. MMF under no load condition. So these are the features of tertiary winding transformer. അപ്പോൾ അതിൻ്റെ യൂസേജ് പറയാം, അതിൻ്റെ ഇക്വേഷൻസ് പറയാം, അതിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് എയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, explain the vector grouping YY0 and DY1 in 3-phase transformers. അപ്പോൾ 3-phase ട്രാൻസ്ഫോമേഴ്സ് പറഞ്ഞാൽ പ്രൈമറി വൈൻഡിംഗ് ഉണ്ട്, സെക്കൻഡറി വൈൻഡിംഗ് ഉണ്ട്. പ്രൈമറിയിലും 3 ഫേസ്, സെക്കൻഡറി 3 ഫേസ്. അത് സ്റ്റാർ ട്രാൻസ്ഫോർമർ ആകാം, ഡെൽറ്റ ട്രാൻസ്ഫോർമർ ആകാം, സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമർ ആകാം, ഡെൽറ്റ സ്റ്റാർ ട്രാൻസ്ഫോർമർ ആകാം. അപ്പോൾ 3-phase ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈമറിയിൽ സ്റ്റാർ കണക്ഷൻ, സെക്കൻഡറിയിലും സ്റ്റാർ കണക്ഷൻ, ഒരു ടൈപ്പ് സ്റ്റാർ. പിന്നെ അടുത്തത് ഡെൽറ്റ, പിന്നെ അടുത്തത് സ്റ്റാർ ഡെൽറ്റ,
പിന്നെ അടുത്തത് ഡെൽറ്റ സ്റ്റാർ. ഇങ്ങനെ 4 ഡിഫറെൻറ്റ് കണക്ഷനിലുള്ള 3 ഫേസ് ട്രാൻസ്ഫോമേഴ്സ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് 3 ഫേസ് ട്രാൻസ്ഫോമേഴ്സ്. ഇനി നമുക്ക് വെക്ടർ ഗ്രൂപ്പിംഗ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അതിൽ പറഞ്ഞിട്ടുള്ളത് കുറേ കേസുകളുണ്ട്. YY0, YY6, DD0, DD6, YD1, YD11, DY1, DY11 എന്ന് പറഞ്ഞിട്ട് ഒരു 8ഓളം വെക്ടർ ഗ്രൂപ്പിംഗ് പഠിക്കാനുണ്ട് നമുക്ക്. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ള സംഭവങ്ങൾ YY0 ആൻഡ് DY1. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം ഡിസ്കസിങ് YY0 വെക്ടർ ഗ്രൂപ്പിംഗ്. ആ ഫേസ് ഡിസ്പ്ലേസ്മെന്റ് ക്യാപിറ്റൽ Y ആൻഡ് സ്മോൾ y, ക്യാപിറ്റൽ Y ആൻഡ് സ്മോൾ y, YY0 ക്യാപിറ്റൽ Y and small y. That means this is for high voltage winding, capital for high voltage, and this is for small voltage, and 0 indicates phase displacement. അപ്പോൾ പ്രൈമറി വൈൻഡിങ് ഹൈ വോൾട്ടേജ്, സെക്കൻഡറി വൈൻഡിങ് ലോ വോൾട്ടേജ്. അപ്പോൾ HV LV ആണ്. അപ്പോൾ ഇത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെന്ന് മനസ്സിലാക്കാം ഈ വെക്ടർ ഗ്രൂപ്പിൽ നിന്ന്. ക്യാപിറ്റൽ വൈ എന്ന് എഴുതി കഴിഞ്ഞാൽ ക്യാപിറ്റൽ വൈ എന്ന് വെച്ചാൽ ഹൈ വോൾട്ടേജ് വൈൻഡിങ്. ആദ്യം എഴുതുന്നത് പ്രൈമറി, രണ്ടാമത് എഴുതുന്നത് സെക്കൻഡറി. ക്യാപിറ്റൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജ്, സ്മോൾ ലെറ്റർ കണ്ടു കഴിഞ്ഞാൽ ലോ വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ YY0 ഇൻഡിക്കേറ്റ്സ് ഫേസ് ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി 0. ഫേസ് ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി 0. ക്ലിയർ? ക്യാപിറ്റൽ Y ഫോർ ഹൈ വോൾട്ടേജ്, ക്യാപിറ്റൽ ഹൈ വോൾട്ടേജ്, സ്മോൾ ക്യാപിറ്റൽ Y എന്ന് വെച്ചാൽ ഹൈ വോൾട്ടേജ്, സ്മോൾ y എന്ന് വെച്ചാൽ ലോ വോൾട്ടേജ് സ്റ്റാർ കണക്റ്റഡ് വൈൻഡിങ്, ക്യാപിറ്റൽ Y വെച്ചാൽ ഹൈ വോൾട്ടേജ് സ്റ്റാർ കണക്റ്റഡ് വൈൻഡിങ്. സോ ഡെഫിനറ്റ്ലി ദിസ് ഈസ് എ സ്റ്റാർ ട്രാൻസ്ഫോർമർ. ഡെഫിനറ്റ്ലി ദിസ് ഈസ് എ സ്റ്റാർ ട്രാൻസ്ഫോമർ. ആദ്യം മനസ്സിലായി. പ്രൈമറിയിലും സ്റ്റാർ, സെക്കൻഡറിയിലും സ്റ്റാർ. പ്രൈമറിയിൽ ഹൈ വോൾട്ടേജ്, സെക്കൻഡറിയിൽ ലോ വോൾട്ടേജ്. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ആണെന്ന് മനസ്സിലായി. ഇനി എങ്ങനെയാണ് പ്രൈമറിയുടെ വൈൻഡിങ്ങിൻ്റെ കണക്ഷൻ? ആ വരക്കിൽ മാത്രമേ ഉള്ളൂ ഇതിൽ. സോ ഇൻ ദ കേസ് ഓഫ് പ്രൈമറി 3 വൈൻഡിങ്സ് ആർ ദർ. A1, A2, B1, B2, C1, C2. A1, B1, C1 neutral connection. And this is neutral. A2, B2, C2 എന്ന് പറയുന്നത് ലൈൻ 1, ലൈൻ 2, ലൈൻ 3. അപ്പോൾ ഹൈ വോൾട്ടേജ് വൈൻഡിങ് പ്രൈമറി വൈൻഡിങ്. ദെൻ ലോ വോൾട്ടേജ് വൈൻഡിങ് സ്മോൾ ലെറ്റർ A1, A2, B1, B2, C1, C2. Here A1, B1, C1 connected, and this is 2 neutral points. This is neutral point, and this is L1, L2, L3. This is YY0 vector grouping. ഇത്രയേ ഉള്ളൂ YY0. അപ്പോൾ ഹൈ വോൾട്ടേജ് പ്രൈമറി വൈൻഡിങ്, ലോ വോൾട്ടേജ് സെക്കൻഡറി വൈൻഡിങ്, ബോത്ത് ആർ ഇൻ സ്റ്റാർ കണക്ഷൻ. ഫേസ് ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ ദ ടു ഈസ് 0. ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ഓട്ടോ ട്രാൻസ്ഫോമർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം YY0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ A1, B1, C1 ആണ് ഇവിടെ ന്യൂട്രലി കണക്റ്റഡ്. A1, B1, C1 സ്റ്റാർട്ടിംഗ് എൻസ് ഒരുമിച്ച് കണക്ട് ചെയ്ത് ന്യൂട്രൽ പോയിന്റ്. ഹിയർ ഓൾസോ A1, B1, C1 കണക്ട് ചെയ്തിട്ട് ന്യൂട്രൽ പോയിന്റ്. ദെൻ അതർ എൻസ് A2, B2, C2 കണക്റ്റഡ് ടു L1, L2, L3. ഹിയർ A2, B2, C2 കണക്റ്റഡ് ടു L2, B2. A2, B2, C2 connected to L1, L2, L3. So this is the vector grouping of YY0. Here it is 0 degree phase displacement between primary and secondary. Okay. അപ്പോൾ ഇത് ക്ലാസിഫിക്കേഷൻ ഓഫ് 3 ഫേസ് ട്രാൻസ്ഫോമേഴ്സ് ആണ്. വെക്ടർ ഗ്രൂപ്പിംഗിൽ കുറേ വെക്ടർ ഗ്രൂപ്പിംഗ് ഉണ്ട്. YY0, YY6, DD0, DD6, YD1, YD11, DY1, DY11. അങ്ങനെ അതിൽ ജസ്റ്റ് ആ പേരുകൾ മാത്രം ഇങ്ങനെ എഴുതുകയാണെങ്കിൽ വെക്ടർ ഗ്രൂപ്പിംഗിൽ YY0, YY6 ആദ്യം ക്യാപിറ്റൽ കേട്ടോ, YY0, YY6, DD0, DD6, YD1, YD11, DY1, DY11. ഇത് രണ്ടും മാത്രമേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് രണ്ടും മാത്രം ഡിസ്കസ് ചെയ്യാൻ പോവാം. ദെൻ ഫസ്റ്റ് വൺ പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡ് വൺ DY1. അപ്പോൾ ഹൈ വോൾട്ടേജ് ഡെൽറ്റ കണക്ഷൻ, ലോ വോൾട്ടേജ് സ്റ്റാർ കണക്ഷൻ. ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് 30 ഡിഗ്രി ലാഗ്, 30 ഡിഗ്രി ലാഗാണ് ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ്. DY1 എന്ന് കണ്ടു കഴിഞ്ഞാൽ 30 ഡിഗ്രി ലാഗ്. ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് 30 ഡിഗ്രി ലാഗ് ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ D മീൻസ് പ്രൈമറി ഡെൽറ്റ കണക്ഷൻ, സെക്കൻഡറി സ്റ്റാർ കണക്ഷൻ. പ്രൈമറി ഡെൽറ്റ കണക്ഷൻ, സെക്കൻഡറി സ്റ്റാർ കണക്ഷൻ. സോ പ്രൈമറി വൈൻഡിങ് ഹൈ വോൾട്ടേജ് വൈൻഡിങ്. ദിസ് ഈസ് ഹൈ വോൾട്ടേജ് ആൻഡ് ദിസ് ഈസ് ലോ വോൾട്ടേജ്. ഹിയർ A1, A2, B1, B2, C1, C2. ഇവിടെ ഡെൽറ്റ കണക്ഷൻ ആണെങ്കിൽ A2 to B1, B2 to C1 and C2 to A1.
A2 to B1, B2 to C1, C2 to A1. Okay, this is the this ജംഗ്ഷനിലേക്ക് L1 L2 L3 അപ്പോൾ A2 to B1, B2 to C1 ഒരെണ്ണത്തിലേക്ക് L1 കൊടുത്തു. So this is L1 and this is L2 and this is L3. Okay, then what about low voltage winding? Low voltage winding, here A1 A2, B1 B2, C1 C2, A1 B1 C1 neutral connection, and this is a neutral point. Here it is L1 L2 L3. Here it is L1 L2 L3. അപ്പോൾ പ്രൈമറി വൈൻഡിങ് ഡെൽറ്റ കണക്ഷൻ, സെക്കൻഡറി വൈൻഡിങ് സ്റ്റാർ കണക്ഷൻ. ദിസ് ഈസ് ഹൈ വോൾട്ടേജ് ആൻഡ് ദിസ് ഈസ് ലോ വോൾട്ടേജ്. ഫേസ് ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ ദ ടു ഈസ് 30 degree ലാഗ്. ഓക്കെ, സോ അപ്പോൾ മൊഡ്യൂൾ 5 പാർട്ട് എ ഫസ്റ്റ് വൺ ടെർഷറി വൈൻഡിങ്, പാർട്ട് എയിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വെക്ടർ ഗ്രൂപ്പിംഗ്. വെക്ടർ ഗ്രൂപ്പിംഗ് ഇത്രയും സംഭവങ്ങളുണ്ടെങ്കിലും ഈ ഒരു സംഭവം മാത്രമേ നമുക്ക് ഇതിലുള്ളൂ, dy1 ആൻഡ് y0. ഓക്കെ, സോ പാർട്ട് എ ഈസ് ഓവർ. സോ നെക്സ്റ്റ് പാർട്ട് ബി, അത് നെക്സ്റ്റ് സെഷൻ. താങ്ക് യു.